എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പാഠ്യപ്രസ്ഥാനത്തിലെ പ്രഥമ കൃതിയായ രാമചരിതത്തെക്കുറിച്ചാണ്. രാമചരിതത്തിൻ്റെ കർത്താവിനെക്കുറിച്ച് കൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏക വിവരം എന്താണെന്ന് വെച്ചാൽ ആദിദേവ നിലമിഴന്ത മനക്കാമ്പുടെ ചീരാമൻ എന്ന് മാത്രമാണ്. അത് ഒരു ദേശത്തെക്കുറിച്ചുള്ള അറിവല്ല, അതിന്നൊരു തർക്കവിഷയമാണ്. പോകിപ്പോക ശയനൻ്റെ ഭക്തനാണെന്നാണ് വ്യക്തമാകുന്നത്. ഒരു പോകിപ്പോക ശയനൻ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭനോ അല്ലെങ്കിൽ കാസർഗോഡുള്ള മറ്റേ പത്മനാഭനാണോ എന്നും തർക്കമാണ്. കോവുണ്ടി നെടുങ്ങാടിയാണ് രാമചരിത കർത്താവിനെക്കുറിച്ച് ആദ്യമായ ഒരു അഭിപ്രായമുണ്ടായത്. കൽപ്പിച്ചുണ്ടാക്കിയ കൃതിയാണ് രാമചരിതം എന്ന് അദ്ദേഹം കേരള കൗമുദി എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരമൊരു അഭിപ്രായം പറയുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് രാമചരിതകാരൻ എന്ന് അദ്ദേഹം ബലമായി ശങ്കിച്ചു. കൊല്ലവർഷം 460-നും 505-നും ഇടയിൽ രാജ്യം ഭരിച്ചിരുന്ന ആദിത്യവർമ്മയാണ് രാമചരിത കർത്താവെന്ന് ഗോവിന്ദപിള്ള എന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്. ക്രിസ്തുവർഷം 1196 അടുത്ത് വീരരാമവർമ്മ എന്നൊരു രാജാവ് വേണാട് ഭരിച്ചിരുന്നുവെന്നും അദ്ദേഹം ഭടജനങ്ങളുടെ സമരാവേശം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയ കൃതിയാണ് രാമചരിതമെന്നും കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ വിവരിക്കുന്നു. രാമചരിതം 164-ാം പടലത്തിലെ അവസാന പാട്ടിൽ കാണുന്ന ഇകലിൽ വെന്റി വിളയും എന്ന കവിപ്രയോഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളൂർ ഇപ്രകാരം പറഞ്ഞത്. ശ്രീരാമൻ എന്നത് ശിവരാമൻ എന്നതിൻ്റെ തദ്ഭവമായി ആർ നാരായണ പണിക്കർ കാണുന്നു. തവതി സംഭരണ കർത്താവായ ശിവരാമനാണ് ചീരാമനെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ രാമചരിതകാരൻ ഉത്തര കേരളീയനായ മണിയാണി നായരാണെന്ന് പി വി കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹം അതിനുന്നയിക്കുന്ന തെളിവുകൾ താഴെ പറയുന്നവയാണ്. രാമചരിതത്തിൻ്റെ താളിയോല പകർപ്പുകൾ അധികം വടക്കേ മലബാറിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു വട്ടെഴുത്ത് ഗ്രന്ഥമായ രാമചരിതത്തിൽ ലഭിച്ചിട്ടുള്ളൂ. അത് വടക്കേ മലബാറിലെ നീലേശ്വരത്തു നിന്നാണ്. വടക്കേ മലബാറിലുള്ള ഹിന്ദുക്കൾ എഴുത്തച്ഛൻ്റെ കാലം വരെ രാമചരിതം നിത്യപാരായണത്തിന് ഉപയോഗിച്ചിരുന്നതായി തെളിവുകളുണ്ട്. വിശേഷ ദിവസങ്ങളിൽ മണിയാണി നായന്മാർ എന്നൊരു നായർ വിഭാഗം രാമചരിതം വീടുകളിൽ വായിച്ചു പോന്നു. അവർ താളിയോലകൾ എഴുതി സൂക്ഷിച്ചിട്ടുള്ള രാമചരിത ഗ്രന്ഥങ്ങളെ മണിയാണി ഗ്രന്ഥങ്ങളെന്നും വിളിച്ചു വരുന്നുണ്ട്. മൂന്നാമതായി പറയുന്നത് രാമചരിതത്തിൻ്റെ ആദ്യവും അവസാനവും കാണുന്ന പോകിപ്പോക ശയന പ്രസ്താവം തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭനെക്കുറിച്ചാകണമെന്നില്ല, മറിച്ച് വടക്കേ മലബാറിലെ കുമ്പളക്കടുത്ത് കോലത്തിരിയുടെ ഭരണാധിപത്യത്തിൽപ്പെട്ട ഒരു അനന്തശയന പ്രതിഷ്ഠയുണ്ട്, ആ ദേവനെക്കുറിച്ചുമാകാം. നാലാമതായി പറയുന്നത് മലബാറിൽ എഴുതപ്പെട്ടിട്ടുള്ള ഉണ്ണിയച്ചി ചരിതത്തിലെയും കൃഷ്ണഗാഥയിലെയും രാമായണം ചമ്പുവിലെയും പല ഭാഗങ്ങളും രാമചരിതത്തിലെ ചില ഭാഗങ്ങൾക്ക് സമാനമായി കാണുന്നു. എഴുത്തച്ഛൻ പോലും രാമചരിതം നല്ലപോലെ പഠിച്ചിരുന്നതായി അദ്ദേഹം ഗ്രന്ഥങ്ങൾ തെളിയിക്കുന്നു. ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണനും ഭാഷാശാസ്ത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാമചരിതം ഉത്തരകേരളീയൻ്റെ കൃതിയാണെന്ന് തെളിയിക്കാൻ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്ന ഗ്രന്ഥത്തിലൂടെ ശ്രമിക്കുന്നു. പല പണ്ഡിതന്മാരും അവരവരുടെ വാദങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ട യുക്തികളും ഭാഷാപരമായ തെളിവുകളും നിരത്തുന്നുണ്ട്. ഏവർക്കും സ്വീകാര്യമായ ഒരു അഭിപ്രായം ഇപ്പോഴും രാമചരിത കർത്താവിനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. വസ്തുനിഷ്ഠമായ ഭാഷാ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഉചിതമായ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും രാമചരിതത്തിലെ ഭാഷാപ്രയോഗങ്ങളും മറ്റും തിരുവിതാംകൂറിലെ ഭാഷയോട് സവിശേഷമായ സമാനത പുലർത്തുന്നതാണ്. അടുത്തതായി രാമചരിതത്തിൻ്റെ കാലത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കവിയെക്കുറിച്ച് എന്നതുപോലെ തന്നെ രാമചരിത കാലത്തെക്കുറിച്ചും ഏകീകൃതമായൊരു അഭിപ്രായം ഇതുവരെ ഉണ്ടായിട്ടില്ല. കമ്പരാമായണത്തിന് ശേഷമാണ് രാമചരിതം രചിക്കപ്പെട്ടതെന്ന് ഭൂരിപക്ഷം പേരും കരുതുന്നു. പോർച്ചുഗീസുകാരുടെ വരവിന് ശതാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണ് രാമചരിതം എന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ അഭിപ്രായം. കൊല്ലവർഷം 460-നും 505-നും ഇടയിലുണ്ടായ കൃതിയാണെന്ന് പി ഗോവിന്ദപിള്ള അഭിപ്രായപ്പെടുന്നു. കരിന്തമിഴ് കാലത്തിൻ്റെ, അതായത് കൊല്ലം 1 മുതൽ 500 വരെ അവസാന കാലത്തുണ്ടായ കാവ്യമായിരിക്കാമെന്ന് എ ആർ രാജരാജവർമ്മ അനുമാനിക്കുന്നു. കൊല്ലവർഷം 4-ാം നൂറ്റാണ്ടാണെന്ന് ഉള്ളൂർ വിലയിരുത്തുന്നു. കൊല്ലവർഷം 4-ഉം 6-ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായതായിരിക്കാമെന്ന് പി വി കൃഷ്ണൻ നായർ കരുതുന്നു. കൊല്ലവർഷം 500-നടുത്തിട്ടാണെന്ന് ഇളംകുളം കുഞ്ഞൻപിള്ളയും വിചാരിക്കുന്നു. AD 12-13 നൂറ്റാണ്ടിലുണ്ടായ കൃതിയാണെന്ന് KM ജോർജും രേഖപ്പെടുത്തുന്നു. ഏകദേശം കൊല്ലവർഷം 6-ാം ശതകത്തിലാണ് ഇതിൻ്റെ ഉൽപ്പത്തിയെന്ന് ആറ്റൂർ കൃഷ്ണപിഷാരടി പറയുന്നു. ശ്രീരാമ ശബ്ദത്തെ പരൽപേരിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് രാമചരിതകാലം കൊല്ലവർഷം 526 ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ അനുമാനിക്കുന്നു. രാമചരിതത്തിൻ്റെ സംശോധിത സംസ്കരണവും പഠനവും തയ്യാറാക്കിയ MM പുരുഷോത്തമൻ നായരുടെ നിഗമനത്തിൽ രാമചരിതത്തിൻ്റെ കാലം AD 1350-നും 1400-നും ഇടയ്ക്കാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് ഓരോ ഗവേഷകരും പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ AD 12-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഉണ്ടായ കൃതിയാണ് രാമചരിതമെന്ന് പൊതുവെ അനുമാനിക്കും. അടുത്തതായി രാമചരിതത്തിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടെന്ന പ്രസ്ഥാന വിശേഷത്തിൽ രൂപം കൊണ്ട രാമചരിതത്തിലെ ഭാഷയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ല. ഭാഷാ പണ്ഡിതന്മാർക്കിടയിലെ ഒരു പ്രശ്നമാണ് രാമചരിതത്തിലെ ഭാഷ. ഡോക്ടർ ഗുണ്ടർട്ട് മുതൽ ഡോക്ടർ KM ജോർജ് വരെയുള്ള പണ്ഡിതന്മാർ പലരും രാമചരിതത്തിലെ ഭാഷയെക്കുറിച്ച് അവസാനപൂർവ്വം
അവധാനപൂർവ്വം ഗവേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും വസ്തുനിഷ്ഠമായ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പ്രാചീന മലയാളത്തിനൊരു ലക്ഷ്യമായി ഇന്നും രാമചരിതം നിലനിൽക്കുന്നു. ഗുണ്ടട്ടൻ്റെ അഭിപ്രായം ശ്രദ്ധേയമാണ്. സംസ്കൃത അക്ഷരമാലയുടെ പ്രവേശനത്തിന് മുമ്പ് രചിക്കപ്പെട്ട ഒരു കൃതിയാണിതെന്നും ഭാഷയുടെ പ്രാക്തന രൂപത്തെയാണ് പ്രദർശിപ്പിക്കുന്നതെന്നും ഭാഷാപണ്ഡിതനായ ഗുണ്ടട്ട അഭിപ്രായപ്പെടുന്നു. കരിന്തമിഴ് കാലത്തുണ്ടായ രാമചരിതം അന്നത്തെ കേരള ഭാഷയുടെ സ്വഭാവം പ്രദർശിപ്പിക്കുന്നു എന്നാണ് കേരള പാണിനിയുടെ കണ്ടെത്തൽ. രാമചരിതത്തെ കേരള ഭാഷയിലെ കൃതിയായി അംഗീകരിക്കാൻ തയ്യാറാകാത്തവരാണ് ടി.എ. ഗോപനാഥ റാവുവും ശേഷയ്യരും. ഇവർ ആദ്യം തമിഴ് കാവ്യമാണ് രാമചരിതമെന്ന് രേഖപ്പെടുത്തി. പിന്നീട് തമിഴ് കാവ്യമോ മലയാള കാവ്യമോ എന്തു നിർണ്ണയിക്ക ഇയലാവത് എന്നാണ് പറഞ്ഞത്. അക്കാലത്ത് തെക്കൻ കേരളത്തിൽ സാധാരണയായിരുന്ന ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് രാമചരിതമെന്നും ഇന്നത്തെ മലയാളികൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവുകയില്ലെന്നും അതിലെ ഭാഷ ശുദ്ധമായ ഇലക്കണ രീതിയിൽ ശുദ്ധ മലയാളമാക്കുന്നതിനുള്ള മാർഗമായി കാണുന്നുവെന്നുമാണ് ഭാഷാചരിത്രകാരനായ പി. ഗോവിന്ദപിള്ളയുടെ അഭിപ്രായം. പണ്ഡിത ഭാഷാ സാരൂപ്യം ബഹുമാല്യേന പാട്ടിൽ കേരള ഭാഷയാം ഭവതി ലീലാതിലകത്തിൻ്റെ വൃത്തിയിൽ കാണുന്ന വരി മതിയാകും രാമചരിതം ഒരു സാധാരണ കേരള ഭാഷാകാവ്യമാണെന്ന് തിരിച്ചപ്പെടുത്താൻ. അത് മിശ്രമോ കൃത്രിമമോ അല്ല എന്ന് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ രേഖപ്പെടുത്തുന്നു. ഇളംകുളം കുഞ്ഞൻ പിള്ളയും ഏതാണ്ട് ഇതേ അഭിപ്രായക്കാരനാണ്. രാമചരിതം ഒരു മിശ്രഭാഷാ കൃതിയാണെന്ന് വിശ്വസിക്കുന്നതിൽ പ്രമുഖനാണ് ഡോക്ടർ കെ.എം. ജോർജും കെ. ഗോദവർമ്മയും. തമിഴും മലയാളവും ബോധപൂർവം കൂട്ടിക്കലർത്തിയ ഒരു മിശ്രഭാഷയിലാണ് രാമചരിതം രചിച്ചതെന്ന് അവർ വാദിക്കുന്നു. രാമചരിതത്തിലെ ഭാഷ ഒരുതരം മിശ്രഭാഷയാണെന്ന് നിസ്സംശയം ഒരു നിഗമനമാണെന്ന് കാണാൻ കഴിയും. രാമചരിതത്തിലെ ഭാഷയിൽ തമിഴിൻ്റെയും മലയാളത്തിൻ്റെയും പദങ്ങൾ മാത്രമല്ല വ്യാകരണ വ്യവസ്ഥകളും കലർത്തിയിരിക്കുന്നതായി കാണുന്നു. അതിനാൽ അതിൻ്റെ കൃത്രിമ മിശ്രഭാഷയായിട്ടാണ് പരിഗണിക്കേണ്ടത്. രാമചരിതത്തിലെ ഭാഷയിൽ ഒരു കൃത്രിമത്വം പ്രകടമാകുന്നുണ്ട്. ഇതര ഭാഷയിൽ നിന്ന് രൂപഭേദമന്യേ കൈകൊണ്ടവയാണ് തത്സമങ്ങൾ. കൈവശമുള്ള അക്ഷരങ്ങളെ കൊണ്ട് എഴുതി കാണിക്കാൻ പാകത്തിൽ പല ശബ്ദങ്ങളും ഒരു മാറ്റത്തിനു വിധേയമാക്കിയിട്ടുണ്ട്. രാമചരിതത്തിലെ ദ്രാവിഡ ഭാഷാ പദങ്ങളുടെ ധാരാളിത്തം മൂലം അതിനെ ഒരു തമിഴ് കൃതിയായി പരിഗണിക്കണമെന്ന് പ്രസ്താവിച്ചവരുമുണ്ട്. രാമചരിതത്തെക്കുറിച്ച് പഠനം നടത്തിയ ഡോക്ടർ എൻ.ആർ. ഗോപിനാഥ പിള്ളയുടെ അഭിപ്രായത്തിൽ പാമര ജനവർത്തിനി എന്ന് ലീലാതിലകകാരൻ വിശേഷിപ്പിക്കുന്ന സാമാന്യജനങ്ങളുടെ ആകൃഷ്ട ഭാഷയിലെ സാഹിത്യരൂപമാണ് രാമചരിതത്തിൽ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ 14-ാം നൂറ്റാണ്ട് വരെ അവ്യവസ്ഥിതം നിലനിന്നിരുന്ന മലയാള ഭാഷയിൽ സാധാരണക്കാരുടെ സംസാര ഭാഷയിൽ നിന്ന് വളരെയൊന്നും വ്യത്യസ്തമല്ലാത്ത വരമൊഴിയെ അവലംബമാക്കി വിരചിതമായ കൃതിയാണ് രാമചരിതമെന്ന് കരുതാം. രാമചരിതം ദ്രാവിഡ തനിമയുള്ള പാട്ടുപ്രസ്ഥാനത്തിലെ കൃതിയാണെങ്കിലും സംസ്കൃതത്തിൻ്റെ സ്വാധീനം സ്പഷ്ടമായി ദർശിക്കാവുന്നതാണ്. കേകിന, വാച, കാനനെ തുടങ്ങിയ വിഭക്തിന്ത സംസ്കൃത പദങ്ങളും മനവില്ലിയെ നങ്കനെ, മാഴനീർ മിഴിയെ മൈഥിലിയെ തുടങ്ങിയ സംസ്കൃത വിശേഷപ്പൊരുത്തമുള്ള പദങ്ങളും രാമചരിതത്തിലുണ്ട്. പാട്ടുപ്രസ്ഥാനത്തിന് സമാന്തരമായി ഉണ്ടായിരുന്ന മണിപ്രവാള രീതിയിൽ എഴുതിയിട്ടുള്ള കൃതികളിൽ കാണുന്ന പദങ്ങളും രാമചരിതത്തിലുണ്ട്. ഉത്തമ മണിപ്രവാളത്തിന് ലക്ഷ്യമായി ലീലാതിലകകാരൻ കൊടുത്തിരിക്കുന്ന സംസ്കൃത പദങ്ങളുടെ എണ്ണവും രാമചരിതത്തിലെ 1-ാം പടലത്തിലെ 1-ാമത്തെ പാട്ടിലെ സംസ്കൃത പദങ്ങളുടെ എണ്ണവും പരിശോധിച്ചാൽ അവ തുല്യമാണെന്ന് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ദ്രവിഡ സംഘാതാക്ഷരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ രാമചരിതം മണിപ്രവാളത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാം. അതിനാൽ ദ്രവിഡ സംഘാതാക്ഷര നിബദ്ധം ഭാഷാ സംസ്കൃത യോഗം പാട്ട എന്ന് രചിക്കപ്പെടാവുന്ന രീതിയിലാണ് രാമചരിതത്തിൻ്റെ രചനയെന്ന് തിരുനെല്ലൂർ കരുണാകരൻ്റെ നിരീക്ഷണവും ശ്രദ്ധേയമാണ്. രാമചരിതത്തിലെ ഭാഷയുടെ ഒരു പ്രധാന സവിശേഷത അതിലെ അവ്യവസ്ഥിതത്വമാണ്. അനുനാസിക അതിപ്രസരം എന്ന രൂപങ്ങളും വരാത്ത രൂപങ്ങളും ഒരു പാട്ടിൽ തന്നെ കാണാം. എൻ്റെ എന്ന് ചേർന്ന് വരുന്ന അനേകം രൂപങ്ങൾ രാമചരിതത്തിലുണ്ട്. ഇന്ത, ഇന്ന, ഇൻറ്റ എന്നീ രൂപങ്ങളും ഐകാര അകാര രൂപങ്ങളും പല ഗ്രന്ഥങ്ങളിലും പല രൂപത്തിലാണ് കാണുന്നത്. ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുമ്പോൾ വന്ന മാറ്റങ്ങളാവാം. പുരുഷഭേദ നിരാസം വന്ന രൂപങ്ങളും വരാത്ത രൂപങ്ങളും ധാരാളം ഉണ്ട്. ഏതു പ്രത്യയം ചേർത്താലും അർത്ഥത്തിൻ്റെ ഗതി അനുസരിച്ചുള്ള വിഭക്തി ആ പ്രത്യയം കുറിക്കുമെന്ന തോൽക്കാപ്യ നിയമം രാമചരിതകാരനും പാലിക്കുന്നു.